അപ്പം പ്രഡിക്ഷൻ പോയി. ഓക്കെ, സർപ്രൈസ്, പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വരാം. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ പൊറോട്ടൻ്റെ പ്ലേറ്റ് വന്നിട്ട് ഞാൻ ചോദിക്കാം, അയ്യേ പ്രഡിക്റ്റ് ചെയ്തല്ലോ വന്നത്. ഇനി ഇൻ കേസ് നിങ്ങളുടെ അച്ഛനെ നേരത്തെ വിളിച്ച് ചോദിച്ചു, ഇന്ന് രാവിലെ എന്താണ് റൂമിൽ തന്നെ വിളിച്ച് ചോദിച്ചു, എന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്, അച്ഛൻ വിളിച്ച് പറയും പൊറോട്ടയാണ്. അങ്ങനെ ഞാൻ പ്രഡിക്റ്റ് ചെയ്യൂല, അങ്ങനെ ഞാൻ പ്രഡിക്റ്റ് ചെയ്യിപ്പിക്കൂല. ഓക്കെ, ഹലോ എവ്രിവൺ, ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് പ്രഡിക്ഷൻ എങ്ങനെ ചെയ്യുന്നു, പ്രഡിക്ഷൻ ചെയ്താലുള്ള പ്രശ്നങ്ങൾ, പ്രഡിക്ഷൻ ചെയ്താലുള്ള ഗുണങ്ങൾ ആൻഡ് പ്രഡിക്ഷൻ എത്ര വർക്ക് ആവുന്നുള്ള വളരെ കറക്റ്റ് എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫുള്ളി ഓണസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആസ് എ സ്റ്റുഡൻറ്റ് ഇതെന്താണെങ്കിലും കാണണം, ആസ് എ പേരൻറ്റും കണ്ടിരിക്കുന്നത് നല്ലതാണ്. ഈ പ്രഡിക്ഷൻ എന്നുള്ള സംഭവം നമുക്കറിയാം 1-2 വർഷമായിട്ട് ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇത് പക്ഷേ പുതിയ സംഭവമൊന്നുമല്ല. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ യൂട്യൂബിൽ നോക്കിയാൽ നമ്മുടെ എക്സാമിനറുടെ ചാനലിനെ കാണാൻ പറ്റും. ഷുവർ ക്വസ്റ്റ്യൻസ്, 100% ഷുവർ ക്വസ്റ്റ്യൻസ്, ഉറപ്പ് ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പഠിക്കാതെ പോരുത്. അതിൻ്റെ ഒരു വേറെ പേര് മാറ്റിയിട്ടുള്ള പുതിയൊരു ടേമാണ് പ്രഡിക്ഷൻ. അപ്പം ഫസ്റ്റ് തന്നെ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം നമ്മുടെ പ്രഡിക്ഷൻ്റെ എത്ര ഗുണമുണ്ട് എത്ര ദോഷമുണ്ടെന്ന്. ഓക്കെ, പ്രഡിക്ഷൻ്റെ ചാൻസസിനെ പറ്റിയിട്ടാണ് ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞത് എൻ്റെ ക്ലാസ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു SSLC സ്റ്റുഡൻ്റ് ആണെങ്കിൽ SSLC പോയം അപ്രീസിയേഷൻ ഇംഗ്ലീഷിന് ഞാൻ പ്രഡിക്റ്റ് ചെയ്തിരുന്നത് എന്താ വരിക, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. കാരണം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും, കഴിഞ്ഞ 3 വർഷങ്ങളിൽ നിങ്ങൾ 4-5 വർഷം നോക്കുകയാണെങ്കിൽ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് കോളേജ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബാലഡ് ചോദിക്കുകയായിരുന്നു, പക്ഷേ അത് മോഡലിന് ചോദിച്ചുകൊണ്ട് പൊതുവേ ഫൈനൽ അതേ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. അപ്പോൾ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തു ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഇനി ഒരു സംശയത്തിന് നമുക്കൊരു ചാൻസും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞു മദർ ടു സണ്ണും പഠിക്കണം എന്ന്. ഓക്കെ, പക്ഷേ ചോദിച്ചത് എന്താ, പോയിട്രി. അപ്പം പ്രഡിക്ഷൻ പോയം അപ്രീസിയേഷൻ എനിക്ക് കിട്ടിയില്ല. പക്ഷേ അതേ ലൈവിൽ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ പോയി നോക്കിയാൽ മനസ്സിലാവും, ഞാൻ പറഞ്ഞ നെറേറ്റീവ് റൈറ്റപ്പ് അതേപോലെ വന്നു. ഓക്കെ, വിച്ച് ഇസ് ഗുഡ്. പക്ഷേ പോയം അപ്രീസിയേഷൻ പോയി. ഇനി കമ്മിങ് ടു +1 ഹിന്ദി ലൈവ്. ഓക്കെ, +1 ഹിന്ദിൻ്റെ പ്രഡിക്ഷനിൽ ഷമീം സർ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യണം, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ബീർബൽ സിംഗിന്റെയും ഇബ്രാഹിം അലിയുടെയും നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും അല്ലേ, കാരണം നമ്മൾ അത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് മോഡൽ എക്സാമിന് പോയത്. ആൻഡ് അപ്രീസിയേഷൻ ഷമീം സർ പറഞ്ഞ അതേപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഉണ്ടാവും അലൻ സാറ് ഇംഗ്ലീഷിൽ പറഞ്ഞത് വർക്കായില്ല പോയം അപ്രീസിയേഷൻ, പക്ഷേ അതേ സമയത്ത് +1 നമ്മൾ ഹിന്ദിയിൽ പറഞ്ഞ ഷമീം സർ പറഞ്ഞത് വർക്കായി. എന്താണ് വ്യത്യാസം? വളരെ സിമ്പിളായിട്ട് പറയാം എങ്ങനെ ഈ പ്രഡിക്ഷൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യുക, കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. ഓക്കെ, ഫൈനൽ എക്സാമിൻ്റെ മോഡൽ എക്സാമിൻ്റെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. കുറേ വർഷങ്ങൾ 1-2 വർഷത്തെ എടുത്ത് ചെയ്യുകയല്ല, കുറേ വർഷത്തെ എടുക്കുക. നിങ്ങളൊരു പാറ്റേൺ കണ്ടുപിടിക്കുക. ഏറ്റവും കൂടുതൽ ചോദിച്ചത് നമ്മൾ ഈ വർഷം പഠിക്കുന്നു, ഉറപ്പായിട്ട് പഠിക്കുന്നുള്ളൊരു രീതിയിൽ. ഇനി സെക്കൻഡ് ചാൻസ് ഉള്ള ആളെ നമ്മൾ എന്താണെങ്കിലും പഠിക്കും, പക്ഷേ വിടരുത്. ആൻഡ് വീണ്ടും നിങ്ങൾ എക്സാമിൻ്റെ ഒരു ലൈവോ ക്ലാസ്സോ കാണുമ്പോൾ നമ്മൾ എപ്പോഴും പറയും ഇത് പഠിച്ചു പോകണം എന്താണെങ്കിലും, പക്ഷേ ബാക്കിയുള്ളതും പഠിക്കണം ടൈം ഉണ്ടെങ്കിൽ. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും, ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഇങ്ങനത്തെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓണസ്റ്റ് വീഡിയോസ് ഞാൻ ഉണ്ടാക്കി തരാം. ഓക്കെ, അപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എണീക്കുന്നതിന് മുമ്പ്, ഓക്കെ, നിങ്ങളുടെ റൂമിൽ നിന്ന് പുറത്ത് വരുന്ന കിച്ചണിലോ ഡൈനിങ് റൂമിൽ വരുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കും എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറയാം. നിങ്ങളോട് ഞാൻ പറയണേ, ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കും എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറയാം. അപ്പം നിങ്ങൾ ചിലപ്പോൾ പറയാം ചപ്പാത്തി, അപ്പം, പുട്ട് എന്തെങ്കിലുമൊക്കെ പറയുക. പക്ഷേ നിങ്ങളുടെ ബ്രെയിനിൽ എന്താ നടക്കുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങളോട് പറയാം. ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. ഓക്കെ, 2 ദിവസം പൊതുവേ പുട്ടും കടലക്കറിയോ പുട്ടും പഴം ഉണ്ടാക്കാറ്. ഓക്കെ, 2 ദിവസവും അപ്പവും എന്തെങ്കിലും കറി ഉണ്ടാക്കാറ്, അപ്പം. ഓക്കെ, 4 ദിവസമായി. ബാക്കിയുള്ള 3 ദിവസവും ചപ്പാത്തി ഉണ്ടാക്കാറ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ല എന്നല്ല എൻ്റെ വിഷയം, പക്ഷേ 2 ദിവസം അപ്പം പൊതുവെ ഉണ്ടാക്കാറുണ്ട്, 2 ദിവസം പുട്ട്, നിങ്ങൾ ചിലപ്പോൾ ഡേറ്റ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ നിങ്ങളുടെ മനസ്സിലുണ്ട് 3 ദിവസം ചപ്പാത്തി. അതാണ് നമ്മുടെ വീട്ടിലൊരു കണക്ക്. അപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, പ്രെഡിക്റ്റ് എന്താണ് ആൻസർ? ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് മണം കിട്ടില്ല, നിങ്ങൾ ഒന്നും അറിയാതെ നിങ്ങൾ ഗസ് ചെയ്യണം. അപ്പോൾ ചാൻസ് കൂടുതൽ എന്താ, ചപ്പാത്തി. കാരണം ആഴ്ചയിൽ 3 ദിവസം ചപ്പാത്തിയാണ്. ഈ ആഴ്ചയിൽ കഴിഞ്ഞ ദിവസം എന്ത് വന്നു നമുക്കറിയില്ല കേട്ടോ, ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ പറയും ചപ്പാത്തി ആവാൻ ചാൻസ് ഉണ്ട്, നല്ലത്, കൂടുതൽ ചാൻസ് ചപ്പാത്തി, പക്ഷേ ചെറിയൊരു ചാൻസ് അപ്പത്തിനുണ്ട് പൊട്ടിനുണ്ട്. അപ്പം നിങ്ങൾ പറയും അപ്പവും പുട്ടിനും റെഡി ആയിരുന്നോ, ചിലപ്പോൾ അങ്ങനെ വരും. ഇനി നിങ്ങളിതൊക്കെ പ്രഡിക്റ്റ് ചെയ്തു. ഓക്കെ, ഇനി അന്ന് രാവിലെ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കൊരു മൂഡ് പുറത്ത് പോയിട്ട് പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന്. ഓക്കെ, സർപ്രൈസ്, പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന്. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ പൊറോട്ടേൻ്റെ പ്ലേറ്റ് വന്നിട്ട് ഞാൻ ചോദിക്കുക, അയ്യേ പ്രഡിക്റ്റ് ചെയ്തല്ലോ വന്നത്. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നിങ്ങൾക്കും അറിയാൻ പറ്റില്ല, എനിക്കും അറിയാൻ പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്തതല്ല വന്നത്. നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്തത് ചപ്പാത്തി, കാരണം കൂടുതൽ ചാൻസ് ചപ്പാത്തിക്ക്. അപ്പവും വരാൻ ചാൻസ് ഉണ്ടായിരുന്നു, പുട്ടും വരാൻ ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ വന്നത് പൊറോട്ട. അതേപോലെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും. ഇനി ഇൻ കേസ് നിങ്ങളുടെ അച്ഛനെ നേരത്തെ വിളിച്ചു ചോദിച്ചു, ഇന്ന് രാവിലെ എന്താണെന്ന് റൂമിൽ തന്നെ വിളിച്ചു ചോദിച്ചു, എന്താണെന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്, അപ്പം അച്ഛൻ വിളിച്ചു പറയും പൊറോട്ടയാണ്. അങ്ങനെ ഞാൻ പ്രഡിക്റ്റ് ചെയ്യൂല, അങ്ങനെ ഞാൻ പ്രഡിക്റ്റ് ചെയ്യാൻ ചെയ്യിപ്പിക്കൂല. ഓക്കെ, അതല്ല പ്രഡിക്ഷൻ. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്റ്റ് ഡേറ്റ വെച്ചിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ ചപ്പാത്തി ഗസ് ചെയ്യുന്ന പോലെ അതിനൊരു സയൻറ്റിഫിക് ബാക്കിംഗ് ഉണ്ട്, നിങ്ങൾക്ക് അതിന് കാരണമുണ്ട്. നിങ്ങൾ അന്ന് പൊറോട്ട നിങ്ങൾ ഗസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ടോട്ടലി ഔട്ട് ഓഫ് ബ്ലൂ, അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അച്ഛനെ വിളിച്ചു ചോദിക്കുന്നത് ഇസ് റോങ്. അതല്ല നമ്മുടെ പോയിന്റ്. നമുക്ക് കഴിഞ്ഞ ഡേറ്റ വെച്ചിട്ട്, ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഈ വർഷം കൂടുതൽ ചാൻസ് ചെയ്ത് വരുന്ന നമുക്ക് ഗസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേ
ആസ് എ സ്റ്റുഡൻറ്റ്, ആസ് ഒരു കുട്ടി, നിങ്ങൾ രാവിലെ എണീക്കുമ്പം എല്ലാ ദിവസവും അപ്പവും പൊറോട്ടയും ഇത് പ്രതീക്ഷിച്ച് പോകുന്നതിന് വരെ നിങ്ങൾ എന്നും വരാൻ വേണ്ടി റെഡിയായി നിൽക്കും. അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി ആസ് എ സ്റ്റുഡൻറ്റ്. നിങ്ങൾ പറ്റുന്നത് പോലെ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന പോലെ നിങ്ങൾ മാക്സിമം പഠിച്ചു പോകും. നിങ്ങൾ അപ്പം വന്നാലും കഴിക്കാൻ റെഡിയാവുക, പൊറോട്ട വന്നാലും, പൊറോട്ട വന്നാൽ നല്ല കാര്യം, റെഡിയായി നിൽക്കുക. ഇനിയിപ്പോൾ പുട്ട് വന്നാലും കഴിക്കാൻ റെഡിയാവുക നിൽക്കുക. അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. പെട്ടെന്ന് ഒരു ദിവസം പൊറോട്ട വന്നു, പക്ഷേ ഞാൻ അപ്പത്തിന് റെഡി ആയിരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ അമ്മ പറയും, അല്ല അച്ഛൻ പറയും കഴിക്കടാ, കഴിച്ചിട്ട് പോകാൻ നോക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഡ്യൂട്ടി 1-2 കൂടുതൽ പഠിച്ചു വയ്ക്കുക. പൊറോട്ടയ്ക്ക് റെഡി ആയിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പത്തിന് റെഡി ആയിരുന്നു, പക്ഷേ എന്ത് വന്നാലും നിങ്ങൾ റെഡി ആയിരിക്കും. ഓക്കെ, അതിനാണ് നിങ്ങളൊരു വർഷം സ്പെൻഡ് ചെയ്യുന്നത്, ആ ലാസ്റ്റ് സമയം അടിപൊളിയായിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ചില പ്രഡിക്ഷൻസ് വർക്ക് ആവുക. ഓക്കെ, ഇപ്പോൾ ഹിന്ദീൻ്റെ പ്രഡിക്ഷൻ എങ്ങനെയാണോ അടിപൊളിയായിട്ട് വർക്ക് ആയതെന്നും SSLCയിൽ ഇംഗ്ലീഷിൻ്റെ പ്രഡിക്ഷൻ പോയം അപ്രീസിയേഷനൊക്കെ ഒട്ടും വരാത്തതും എന്തുകൊണ്ടാണ്? അന്ന് പൊറോട്ട വന്നത്. അന്ന് പൊറോട്ട വരാൻ എനിക്ക് പാസ്റ്റ് ഇയറിലെ ഡേറ്റ് നോക്കിയാൽ 6 വർഷം 2025 2020 വരെ നോക്കിയാൽ ഒരു പ്രാവശ്യം പോയിട്രി ചോദിച്ചിട്ടുള്ളൂ. ആൻഡ് പേഴ്സണലി എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതുകൊണ്ടറിയാം പോയിട്രി കുറച്ചൊരു ടഫ് പോയം കൂടിയാണ്. അപ്പോൾ അത് വരാനുള്ള സാധ്യത കുറേ, ഒരു കുട്ടീനെ കുറച്ച് ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കുന്ന ഒരു പോയമാണ് പോയിട്രി അപ്രീസിയേഷൻ ചോദിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും പോയിട്രി വരാൻ കുറച്ച് ചാൻസ് കുറവാണ്. പക്ഷേ വന്നു പൊറോട്ട സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രഡിക്ഷൻ കേൾക്കുന്നതോ മനസ്സിലാക്കുന്നതോ അതിൽ നിന്ന് പഠിക്കുന്നതോ ഒരു തെറ്റുമില്ല. ഇറ്റ് ഈസ് നോട്ട് റോങ് അറ്റ് ഓൾ. പക്ഷേ അത് മാത്രം പഠിക്കുന്നത് ഇറ്റ് ഈസ് എ റിസ്ക്. ഓക്കെ, നിങ്ങൾ ആ റിസ്ക് എടുക്കാൻ റെഡി ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഹിന്ദി എക്സാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും, അത് മാത്രം പഠിച്ചു അടിപൊളി, ചിലപ്പോൾ അടുത്ത എക്സാംസ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു റിസ്ക് ഉണ്ട്. അടുത്ത എക്സാം ചിലപ്പോൾ ഇങ്ങനെ ആവില്ല, ചിലപ്പോൾ അടുത്ത എക്സാം ചിലപ്പോൾ ഫുൾ പ്രഡിക്ഷൻ തന്നെ വരും. ഇറ്റ് ഈസ് എ ചാൻസ്. അപ്പം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, പഠിക്കാൻ പറ്റുമെങ്കിൽ ആ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് പ്രയോറിറ്റി പഠിക്കുക. കാരണം അത് നിങ്ങളുടെ ടീച്ചേഴ്സ് കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾ കുറേ പേപ്പേഴ്സ് ഇങ്ങനെ വർഷങ്ങളുടെ പേപ്പേഴ്സ് നോക്കി അനലൈസ് ചെയ്ത് ടേബിളാക്കി നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ആ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതെന്താണെങ്കിലും പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ PYQs പഠിക്കുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മൊത്തം ഒന്ന് നോക്കുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ സ്കൂളിൽ തന്ന നോട്ട്സൊക്കെ പഠിക്കുക. അത് പഠിക്കുക, അത് പഠിക്കരുത് എന്നല്ല, അത് പഠിക്കണം. പ്രഡിക്ഷൻ നിങ്ങളുടെ പ്രയോറിറ്റി വന്നു. കാരണം അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കാര്യം. ഞാൻ പറയാൻ വിട്ടുപോയി. നിങ്ങൾ ആ ലൈവ് ക്ലാസ്സുകൾ, ഞാൻ പറഞ്ഞു ലൈവുകൾ എക്സാമിൻ്റെ തലേന്ന് നടക്കുന്നുണ്ട് അല്ലേ, അത് നിങ്ങളൊന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സാമിൻ്റെ +1 ചാനൽ ഷോർട്സ് ഉണ്ട്, ഞാൻ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷനിലിടാം. അതിന് ആ ലൈവിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസുമാണ് വന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, അപ്പോൾ ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ അല്ലാതെ ഹിന്ദി ആയിക്കോട്ടെ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആ ലൈവിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, ആ ലൈവ് 3-4 മണിക്കൂറിന് ലൈവ്, പക്ഷേ എല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രഡിക്ഷൻ പഠിക്കാം, ഈ ലൈവ് കാണാം. ഓക്കെ, ഇനിയിപ്പം ഇംഗ്ലീഷിൻ്റെ ലൈവ് ആയിക്കോട്ടെ, നിങ്ങൾ ആ ലൈവ് കണ്ടിട്ട് ഗ്രാമറും എല്ലാ സംഭവങ്ങളും പഠിച്ചു പോയാൽ, റൈറ്റിംഗ് ആയിക്കോട്ടെ ചാപ്റ്റേഴ്സ് ആയിക്കോട്ടെ എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിച്ചു പോയാൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അത് നിങ്ങൾക്കൊരു ടിപ്പായിട്ട് പറഞ്ഞു തരികയാണ്. അപ്പോൾ പ്രഡിക്ഷൻ പഠിക്കുക, നിങ്ങളുടെ ബാക്കിയുള്ള കാര്യം പഠിക്കുക. തലേ ദിവസം ലൈവ് മൊത്തം കാണാം, കുറച്ച് നേരം കണ്ടവരെ മൊത്തം കാണാം, നിങ്ങൾക്ക് മാക്സിമം യൂസ്ഫുൾ ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ കമൻറ്റ്സ് അറിയിക്കുക എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പം ഇനി വരുന്ന എക്സാംസുകൾക്ക് ഓക്കെ നിങ്ങൾ പ്രഡിക്ഷൻ കണ്ടോ, പ്രഡിക്ഷൻ കാണരുതെന്നൊന്നല്ല, പ്രഡിക്ഷൻ കാണാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുക. കാരണം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് 3-4 മണിക്കൂർ ലൈവുകൾ വരുന്നത്. 10 മിനിറ്റിൻ്റെ പ്രഡിക്ഷൻ വീഡിയോ മാത്രമല്ല നിങ്ങളുടെ ടീച്ചേഴ്സ് യൂട്യൂബിലായിക്കോട്ടെ എക്സാമിനറിലായിക്കോട്ടെ തരുന്നത്. നിങ്ങൾക്ക് മണിക്കൂറുകളുടെ ലൈവും വർഷം മൊത്തം ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യുക, പഠിക്കുക, മാക്സിമം മാർക്സ് മേടിക്കാൻ നോക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ നെക്സ്റ്റ് എക്സാംസ്. ഇനി പ്രഡിക്ഷനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഇനി നിങ്ങൾക്ക് വേണം സ്വന്തം പ്രഡിക്റ്റ് ചെയ്യാടോ, നിങ്ങൾക്ക് വേണം സ്വന്തം പ്രഡിക്റ്റ് ചെയ്യാൻ കുറച്ച് പേപ്പേഴ്സ് വെച്ച് ചെയ്യുക. നിങ്ങൾക്ക് വേണം കമൻസിൽ അറിയിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. ഇനി ഇങ്ങനത്തെ കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് ഷെയറും കൂടി ചെയ്യാം.